ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു മ്യൂട്ടഡ് ഓപ്പണിംഗ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി വീക്ക് ഓപ്പണിംഗ് ആണ്. അതിനുശേഷം വൊളാറ്റിലിറ്റിയും അതുപോലെ തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻസും കണ്ടേക്കാം. പോസിറ്റീവ് ബയാസ് തന്നെയാണ് നമ്മൾ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഏഷ്യയിൽ ഇന്ന് മോർണിംഗിലത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് മാർക്കറ്റ് സ്ലൈറ്റ്ലി വീക്കാണ്. അതുപോലെ തന്നെ സൗത്ത് കൊറിയൻ മാർക്കറ്റ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം ഹോങ്കോങ് അതുപോലെ തന്നെ ചൈനീസ് മാർക്കറ്റുകൾ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് അല്ലെങ്കിൽ ഒരു മിക്സഡ് സെൻറ്റിമെൻറ്റിലാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ അമേരിക്കയിലെ റസൽ 2000 ഇൻഡെക്സ് മാത്രമാണ് ബെറ്റർ ആയിട്ട് ക്ലോസ് ചെയ്തിരുന്നത്. മറ്റ് ഇൻഡെക്സുകളെല്ലാം തന്നെ സ്ലൈറ്റ്ലി വീക്കാണ്. മേജർ ടെക്നോളജി കമ്പനികളെ സംബന്ധിച്ചൊരു ബാഡ് ഡേ ആണ് ഇന്നലെ. ഓൾമോസ്റ്റ് എല്ലാ മേജർ ടെക്നോളജി സ്റ്റോക്കുകളും താഴെയാണ്. അതേസമയം ഹാർഡ് ഡിസ്ക് ഡ്രൈവ് ഉണ്ടാക്കുന്ന സീഗേറ്റ് ടെക്നോളജീസ്, വെസ്റ്റേൺ ഡിജിറ്റൽ, അതുപോലെ തന്നെ ഫ്ലാഷ് മെമ്മറി ഉണ്ടാക്കുന്ന സാൻഡിസ്ക്, ഈ 3 സ്റ്റോക്കുകളും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ധാരാളം Q4 റിസൾട്ടുകൾ അമേരിക്കയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. Q4 റിസൾട്ടുകൾക്ക് അനുസരിച്ചുള്ളൊരു മൂവ്മെൻ്റാണ് നമ്മൾ അമേരിക്കയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകളിലെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ മെജോറിറ്റി മാർക്കറ്റുകളും സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏഷ്യയിൽ ഇന്നലത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് ഇൻഡെക്സുകൾ റെക്കോർഡ് ഹൈനടുത്താണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. മാസീവ് ഗെയിൻ ആയിരുന്നു ഇന്നലെ. ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു മിക്സഡ് സെൻറ്റിമെൻ്റ് ആണ്. സൗത്ത് കൊറിയൻ മാർക്കറ്റാണ് ഇന്ന് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിൽ ട്രേഡ് ചെയ്യുന്നത്. സാംസങ് ഇലക്ട്രോണിക്സ്, അതുപോലെ തന്നെ ഹൈനിക്സ്, ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളാണ് വലിയ രീതിയിൽ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. AI ഡെവലപ്പ് ചെയ്യുമ്പോൾ ധാരാളം സെർവേഴ്സ് ആവശ്യമാണ്. ഈ സെർവേഴ്സിലേക്കൊക്കെ മെമ്മറി അതുപോലെ തന്നെ ഹാർഡ് ഡിസ്കുകളൊക്കെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ റിലേറ്റഡ് സ്റ്റോക്കുകളെല്ലാം തന്നെ വീണ്ടും മുന്നേറും എന്നുള്ള റിപ്പോർട്ടുകളാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിലുള്ള ഘടകങ്ങളുടെ സപ്ലൈ ഡിമാൻഡ് നോക്കുകയാണെങ്കിൽ സപ്ലൈ കുറവാണ്, ഡിമാൻഡ് കൂടുതലാണ്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ്. ഇനി ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ US താരിഫ് റിഡക്ഷന് ശേഷം മാസീവ് ഗെയിൻ ആണ് നമ്മൾ ഇന്നലെ നമ്മുടെ മാർക്കറ്റിൽ കണ്ടത്. അതോടൊപ്പം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്നലെ വലിയ രീതിയിലാണ് ഇക്വിറ്റികൾ വാങ്ങിക്കൂട്ടിയിട്ടുള്ള 5236 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഫണ്ടുകൾ 1014 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ട്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ തിരിച്ചു വരവ് തീർച്ചയായിട്ടും മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഇന്നലെ ഇന്ത്യൻ റുപ്പിയുടെ കാര്യത്തിലും കണ്ടിട്ടുണ്ട്. 6 വർഷത്തെ ബെസ്റ്റ് ഗെയിൻ ആണ് ഇന്നലെ ഇന്ത്യൻ റുപ്പി രേഖപ്പെടുത്തിയിട്ടുള്ളത്. 90.44 രൂപ പെർ ഡോളറാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. റുപ്പിയുടെ കാര്യത്തിൽ വീണ്ടും ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് വലിയ രീതിയിൽ വാങ്ങുകയാണെങ്കിൽ. അതോടൊപ്പം തന്നെ RBI മോണിറ്ററി പോളിസി കമ്മിറ്റി ഡിസിഷൻ 6-ാം തീയതി വരെയാണ്. ഇന്ന് മീറ്റിംഗ് ആരംഭിക്കുകയാണ്. ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ളൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകിയേക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ Q3 റിസൾട്ട് റിലേറ്റഡ് സ്റ്റോക്കുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ പ്രോമിനൻ്റ് ആയിട്ടുള്ള സ്റ്റോക്ക് എല്ലാവരും വാച്ച് ചെയ്യേണ്ടതും അതുപോലെ തന്നെ മാർക്കറ്റ് താഴെ വരുമ്പോൾ തങ്ങളുടെ പോർട്ട്ഫോളിയോയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് ട്രാൻസ് റെയിൽ ലൈറ്റിംഗ് ലിമിറ്റഡ്. റീസെൻ്റായിട്ട് IPO വന്നിരുന്നൊരു കമ്പനിയാണ്. 432 രൂപയ്ക്കാണ് IPO വന്നിരുന്നത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 500-520 റേഞ്ചിലൊക്കെയാണ്. നല്ല റിസൾട്ടാണ്. അതുപോലെ തന്നെ ഓർഡർ ബുക്കും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. HALനെ സംബന്ധിച്ച് സ്ലൈറ്റ് നെഗറ്റീവ് ന്യൂസാണ്. അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർ ക്രാഫ്റ്റ് ഉണ്ടാക്കുന്ന റേസിൽ നിന്ന് HAL ഔട്ടായിരിക്കാനാണ്. ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ്, LNT, ഭാരത് ഫോർജ്, ഈ 3 കമ്പനികളാണ് ഈ ലിസ്റ്റിലുള്ളത്. അടുത്ത 3 മാസത്തിനുള്ളിൽ ബിഡ്സ് ഇൻവൈറ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ അതിനുശേഷം 120 ഓർഡേഴ്സാണ് ഫസ്റ്റ് ഓർഡറായിട്ട് വരാൻ പോകുന്നത്. 120 നമ്പറാണ് ഫസ്റ്റ് ഓർഡറായിട്ട് വരാൻ പോകുന്നത്. ആർക്കാണ് ഈ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതെങ്കിൽ ആ കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അതോടൊപ്പം തന്നെ സോളാർ എക്യുപ്മെൻറ്റ്, സോളാർ പാനൽസ്, മോഡ്യൂൾസൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന വാരി എനർജി, പ്രീമിയർ എനർജീസിനെ സംബന്ധിച്ച് അമേരിക്കയിലത്തെ താരിഫ് റിഡക്ഷൻ വളരെ പോസിറ്റീവാണ്. അപ്പോൾ ഈ സ്റ്റോക്കുകൾ വീണ്ടും നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. NBCC 6 ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട്. 271.32 കോടി രൂപയാണ് ടോട്ടൽ ഓർഡർ സൈസ് വരുന്നത്. അതോടൊപ്പം തന്നെ വാറോക്ക് എഞ്ചിനീയറിംഗിൽ ഒരു ഗ്ലോബൽ ഓട്ടോമൊബൈൽ കമ്പനിയിൽ നിന്ന് വാൾ ചാർജസ് ഉണ്ടാക്കാനുള്ള ഓർഡർ കിട്ടിയിട്ടുണ്ട്. പോസിറ്റീവ് ന്യൂസാണ്. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഇന്ത്യയിലുള്ള വിവിധ പോർട്ടുകളായിട്ടുള്ള അഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് ന്യൂസാണ്. NLC നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ
എനർജി സ്റ്റോറേജ് സിസ്റ്റത്തിനുള്ള ഓർഡർ ബാഗ് ഇത്തിട്ടുണ്ട്, പോസിറ്റീവാണ്. IRFC പോർട്ട് റിലേറ്റഡ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകൾക്കുള്ള ഫൈനാൻസിങ്ങിലേക്ക് എൻട്രി ചെയ്തിരിക്കുകയാണ്, പോസിറ്റീവ് ന്യൂസാണ്. ഇന്നലെ പ്രൊമോട്ടേഴ്സ് ബൈ ചെയ്തിട്ടുള്ള റാംകോ സിസ്റ്റംസ് അതുപോലെ തന്നെ ജിൻഡാൽ സ്റ്റെയിൻലെസ് ആണ്, പോസിറ്റീവ് ന്യൂസാണ് ഈ രണ്ട് കമ്പനികളെ സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ ഇന്നലെ Q3 റിസൾട്ടുകൾ അനൗൺസ് ചെയ്തിട്ടുള്ള കമ്പനികളിൽ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് കാഴ്ചവെച്ചിരിക്കുന്നത് HFCLലെ ആദിത്യ ബിർള ക്യാപിറ്റൽ, റൂബിക്കോൺ റിസൾട്ട് എക്സലന്റ് റിസൾട്ടാണ്. V2 റീറ്റെയിൽ, ലോയ്ഡ് മെറ്റൽസ് ആൻഡ് എനർജി, ADF ഫുഡ്സ്, ഡോക്ടർ അഗർവാൾസ് ഹെൽത്ത്, ഈ കമ്പനികളാണ് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് Q3 റിസൾട്ടുകൾ അനൗൺസ് ചെയ്തിട്ടുള്ളത്. വിവിധ കമ്പനികളുടെ Q3 റിസൾട്ടുകളിൽ ലേബർ കോഡ് 2025 ഇമ്പാക്റ്റ് ഉണ്ട്. അടുത്ത ക്വാർട്ടേഴ്സിലും ഇത് കാണാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം ഇന്ന് ധാരാളം Q3 റിസൾട്ട് അനൗൺസ്മെൻറ്റുകളൊക്കെ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഗ്ലോബൽ ഫാക്ടേഴ്സ് തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റിൽ അതിൻ്റേതായ ഒരു ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാക്കിയേക്കാം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വഷളാവാതിരിക്കുകയാണ് ഇത് മാർക്കറ്റുകളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. മറ്റൊരു മേജർ ന്യൂസ്, ഗോൾഡ് വീണ്ടും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കമ്മോഡിറ്റി മാർക്കറ്റിൽ ഇന്നലത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള വൊളാട്ടിലിറ്റിക്ക് ശേഷം ഗോൾഡ് മുന്നേറിയിരിക്കുകയാണ്. $5,000 മുകളിലേക്ക് വന്നിരിക്കുകയാണ് ഗോൾഡിൻ്റെ പ്രൈസ്. ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $5,040 പെർ ഔൺസിനാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ സിൽവറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സിൽവറും ഒരു റേഞ്ച് ബൗണ്ട് അപ്പോഴും മൊമെൻറ്റം തന്നെയാണ് കാണിക്കുന്നത്. ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $87 പെർ ഔൺസിനാണ്. ഗോൾഡിനെ സംബന്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് പോസിറ്റീവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മുമ്പ് പോഡ്കാസ്റ്റുകളിൽ പറഞ്ഞ പോലെ ഒരു ഡീപ്പ് ബൈയിങ് ഗോൾഡിൽ നടത്തുന്നതായിരിക്കും. കാരണം ഗോൾഡിൻ്റെ ഓവറോൾ സെൻറ്റിമെൻറ്റ് വളരെ പോസിറ്റീവ് ബയാസ് തന്നെയാണ്. അറ്റ് എവറി ഫാളിൽ ഗോൾഡ് ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങാവുന്നതാണ്. അതേസമയം ഗ്ലോബലി ഇപ്പോൾ എല്ലാവരും പറയുന്നത് എക്സിറ്റ് ഓൾ ക്രിപ്റ്റോ കറൻസീസ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. തീർച്ചയായിട്ടും നമ്മളിത് വളരെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വരികയാണെങ്കിൽ ക്രിപ്റ്റോ കറൻസിയുടെ എൻക്രിപ്ഷനൊക്കെ ബ്രേക്ക് ആവും. ഇത് വളരെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ക്രിപ്റ്റോ കറൻസികൾക്കും ക്രിപ്റ്റോ കറൻസി റിലേറ്റഡ് ETFകൾക്കൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അമേരിക്കയിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്രിപ്റ്റോ കറൻസികളിൽ നിന്ന് മാറി നിൽക്കുക, അതിന് പകരം ഗോൾഡ് അക്യുമുലേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എല്ലാവർക്കും നല്ല ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.